വിവാദ പോസ്റ്റുമായി ടി.വി.കെ ജനറൽ സെക്രട്ടറി ആധവ് അർജുന. പോലീസ് ടി.വി.കെ പ്രവർത്തകനെ തല്ലുന്ന ദൃശ്യങ്ങളുമായി ആണ് ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. യുവജന വിപ്ലവത്തിന് സമയമായെന്നും ശ്രീലങ്കയും നേപ്പാളും ആവർത്തിക്കാനും ആഹ്വാനം ചെയ്യുന്നതാണ് പോസ്റ്റ് വിവാദമായതോടെ പിൻവലിച്ചു. കെ.ബി. ശ്രീധരൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. പോസ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? വിശദ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, അതിനു മുമ്പ് പുതിയൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. ടി.വി.കെയുടെ സെൻട്രൽ സ്റ്റേറ്റ് സെക്രട്ടറി പൗണ്ട് രാജാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ഈ കരൂർ സംഭവവുമായി ബന്ധപ്പെട്ട സംഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നേതാവ് കൂടി അറസ്റ്റിലാവുന്നു. കഴിഞ്ഞ ദിവസം കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് കൂടി ഉണ്ടാകുന്നത്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണിത്. കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. ഇനി ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദിനെ കൂടി അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ, മതിയഴകൻ, പൗണ്ട് രാജ്, ഇങ്ങനെ 4 പേർക്കെതിരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കേസ് എടുത്തിരുന്നത്. ഏതായാലും ഇതിൽ 2 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത്. ഇനി മോത്തി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ ആദവ് അർജുന ഈ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിഭാഗം ജനറൽ സെക്രട്ടറിയാണ്. ആദവ് അർജുനയുടെ ഭാഗത്താണ് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ കലാപാഹ്വാനത്തിന് കേസെടുക്കേണ്ട വകുപ്പിൽപ്പെട്ട ഒരു പ്രചരണമാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് ആദവ് അർജുനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് ഈ കരൂർ ദുരന്തത്തിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഇതിൽ പോലീസ് ഈ ടി.വി.കെ പ്രവർത്തകരെ അടിക്കുന്ന ഒരു ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് ആദവ് അർജുന ഇങ്ങനെ കുറിച്ചത്. യുവജനങ്ങളുടെ വിപ്ലവം വരാൻ സമയമായിരിക്കുന്നു. ശ്രീലങ്കയും നേപ്പാളും അതെല്ലാം കണ്ട് ശ്രീലങ്കയെപ്പോലെയും നേപ്പാളിനെ പോലെയുമുള്ള ചില വിപ്ലവങ്ങൾ ഇവിടെ വരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ആദവ് അർജുന എക്സിൽ കുറിച്ചത്. ഇത് വലിയ വിവാദമായതിനെ തുടർന്ന് പിന്നീട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് സമ്മർദ്ദമുണ്ടായി. ഇതിന് പിന്നാലെയാണ് അർജുന ഈ പോസ്റ്റ് പിൻവലിച്ചത്. ഏതായാലും ഇക്കാര്യത്തിൽ സൈബർ നിയമപ്രകാരം IT ആക്ട് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.